ഇപ്പോൾ ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസിൽ നിന്ന് തുടരുന്നുണ്ട്. ദിലീപ് കുമാർ, ഇപ്പോൾ ചില അപ്ഡേറ്റുകൾ വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന്, ഇന്ന് പാക് ഡ്രോണുകൾ ആക്രമിക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ ലക്ഷ്യമിട്ടത് 26 കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ അതിർത്തിയിൽ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് പഞ്ചാബ്, ജമ്മു കശ്മീർ ഈ രണ്ട് സംസ്ഥാനങ്ങളിലായുള്ള 26 കേന്ദ്രങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ അതിർത്തി ജില്ലകളിലെ ജാഗ്രത അത് കുറച്ച് സമയത്തേക്ക് കൂടി വേണം, ദീർഘിപ്പിക്കേണ്ടി വരും എന്ന ചില അപ്ഡേറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ചില ദൃശ്യങ്ങൾ കൂടി വ്യക്തമാവുന്നു. അവിടെ പലയിടങ്ങളിലും തീപിടുത്തമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള ദൃശ്യങ്ങൾ സഹിതം നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നുണ്ട്. ഈ ആക്രമണത്തിൽ തന്നെ തകർന്ന ഇടങ്ങളാണെന്ന് തോന്നുന്നു. ദിലീപ് കുമാർ, ഏറ്റവും ഒടുവിൽ ചില അപ്ഡേറ്റുകൾ വന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? അത് പാകിസ്ഥാൻ കൃത്യമായി ഈ സമയം നോക്കി തന്നെ ഈ ആക്രമണം അഴിച്ചുവിട്ടു എന്ന് തന്നെയല്ലേ? പ്രജിൻ, ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, ബലൂചിസ്ഥാൻ മേഖലയിൽ പാക് സൈനികർക്ക് നേരെ ബലൂചിസ്ഥാൻ വിമോചന സേനയുടെ നേതൃത്വത്തിൽ ശക്തമായ ആക്രമണം നടക്കുന്നു എന്നതാണ്. ഗ്രനേഡ് ഉപയോഗിച്ചുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ സൈനികർക്ക് നേരെ അവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. നേരത്തെ പാകിസ്ഥാന്റെ പതാകകൾ മാറ്റി ബലൂചിസ്ഥാന്റെ പതാകകൾ അവർ പല സ്ഥലങ്ങളിലും ഉയർത്തിയിരുന്നു. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി, ഈ ഇടനാഴി ഗ്വാദർ തുറമുഖമടക്കം ബലൂചിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്, ഇടനാഴിയാണ്, വ്യാപാര ഇടനാഴിയാണ്. ഇതുകൂടാതെ തന്നെ ചൈനയുടെ വൻ നിക്ഷേപം ഈ മേഖലയിൽ നടത്തിയിട്ടുണ്ട്. കാരണം ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ഒരു മേഖലയാണ്. പാകിസ്ഥാൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്നുള്ള വരുമാനം. അവിടെ ചൈന ഈ വരുമാനത്തിൽ കണ്ണു നട്ടുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾക്ക് പണം നിക്ഷേപിക്കുന്നത് എന്ന ആരോപണം നേരത്തെ തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉയർത്തിയിരുന്നതാണ്. ഇന്നിപ്പോൾ ആ പ്രധാനപ്പെട്ട ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിൽ ഉപരോധങ്ങളടക്കം തീർത്തുകൊണ്ട് പാകിസ്ഥാൻ സൈനികർക്ക് നേരെ കടുത്ത ആക്രമണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. പ്രജിൻ, യെസ്, അത് പുതിയ അപ്ഡേറ്റ് ആണ് ദിലീപ് കുമാർ നൽകിയത് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്നും. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെയുണ്ട്. ക്വറ്റ എന്ന മേഖല, അതിൻ്റെ പൂർണ്ണാധികാരം തങ്ങൾക്ക് വേണമെന്നും അത് തങ്ങളുടെ പുതിയ രാജ്യമായി പ്രഖ്യാപിക്കണമെന്നും യുഎനോട് ആവശ്യപ്പെടുന്ന BLA നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പാക് സേനാ വിഭാഗങ്ങൾക്കെതിരെ അവരുടെ ആക്രമണം തുടരുന്ന കാഴ്ച ഇപ്പോൾ ആ ദൃശ്യങ്ങളടക്കം കാണാം. അത് പാകിസ്ഥാന്റെ പോലീസ് വാഹനമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് നേർക്കുള്ള സൈനിക വാഹനമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് നേർക്ക് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്നും വലിയ അടിയുണ്ടായിരിക്കുന്നു. ആ വാഹനങ്ങൾ അഗ്നിക്കിരയാക്കിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഉഴലുകയാണ് പാകിസ്ഥാൻ എന്ന് മനസ്സിലാക്കാൻ. പക്ഷേ അപ്പോൾ പോലും ഇന്ത്യക്കെതിരെ ഈ രീതിയിലുള്ള ആക്രമണ ശ്രമങ്ങൾ അത് പാകിസ്ഥാൻ എന്തുകൊണ്ട് തുടരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആഭ്യന്തര പ്രശ്നങ്ങൾ, ആഭ്യന്തര കലാപം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് നീങ്ങുന്ന സമയത്തും ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ കാണിക്കുന്ന ആ നിലപാട് അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് തന്നെയാണ് ഈ വിദേശകാര്യ വിദഗ്ധരൊക്കെ തന്നെ പറയുന്നതൊക്കെ അത്തരം അഭിപ്രായങ്ങളാണ്. എന്താണ് പാകിസ്ഥാനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ അവിടെ നിന്നും ഔദ്യോഗികമായ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള യാതൊരുവിധ പ്രതികരണങ്ങളും കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി പാകിസ്ഥാനിൽ നിന്നും ലഭിക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്. കഴിഞ്ഞ ദിവസം ഈ പട്ടാള മേധാവിയെ മാറ്റി, അസീം മുനീറിനെ മാറ്റി എന്നൊക്കെയുള്ള വിവരങ്ങൾ വന്ന ശേഷം അസീം മുനീറിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. എവിടെയാണെന്ന് അറിയില്ല. ഷഹബാസ് ഷെരീഫ് എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെ ഇപ്പോൾ പാകിസ്ഥാനിലെ ഭരണം അത് ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് പോലും കൃത്യമായി പുറം ലോകത്ത് അറിയാൻ കഴിയുന്നില്ല എന്നതൊരു വസ്തുതയാണ്.